ഹലോ ഹായ് എല്ലാവർക്കും ലേണയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാരത്തോൺ MCQ ആണ്. മലയാളം എന്ന ടോപ്പിക്കിലെ 25 ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ള മാരത്തോൺ MCQ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വേഗം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ചുവടെ തന്നിരിക്കുന്നവയിൽ സലിംഗ ബഹുവചനത്തിന്റെ ഉദാഹരണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദ്യം. സലിംഗ ബഹുവചനത്തിന്റെ ഉദാഹരണങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ചോദ്യം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മാരത്തോൺ MCQല് കുറെ അധികം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തായിരുന്നു. അതിലെല്ലാം എന്താണ് ഉൾപ്പെടാത്തത്, അല്ലെങ്കിൽ ഇതിൽ തെറ്റായത് ഏതാണ്, അല്ലെങ്കിൽ ഇതിലെ ഉദാഹരണം അല്ലാത്തത് ഏതാണ്, അങ്ങനെയുള്ള ചോദ്യങ്ങളാണ്. ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. കാര്യം ഉൾപ്പെടുന്നത് ഏതാണെന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്നായി ഓപ്ഷൻസ് നദികൾ എന്ന് പറഞ്ഞാൽ നദികൾ കൊണ്ട് എഴുതി വെക്കും അല്ലെ. എന്നാൽ ചോദ്യം എന്താണ്? ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കിയേ. നദികൾ എന്താണ്? സലിംഗ ബഹുവചനമാണ്. മക്കൾ ആണോ? സലിംഗ ബഹുവചനമാണോ? അല്ല. ഓപ്ഷൻ സി നോക്കിയേ. ഗായികമാർ. ഓപ്ഷൻ ഡി മലകൾ. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി മക്കൾ എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു സലിംഗ ബഹുവചനമാണ്. മക്കൾ എന്ന് പറയുമ്പോൾ അതൊരു ആണാണോ പെണ്ണാണോ എന്ന് അവിടെ പറയുന്നില്ല, മക്കൾ എന്നാണ് പറയുന്നത്. സോ അതെന്താണ്? ഒരു സലിംഗ ബഹുവചനത്തിന്റെ ഉദാഹരണമല്ല. സലിംഗ ബഹുവചനത്തിന്റെ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? നദികൾ, ഗായികമാർ, മലകൾ എന്നിവയെല്ലാം സലിംഗ ബഹുവചനത്തിന്റെ ഉദാഹരണങ്ങളാണ്. മക്കൾ എന്ന് പറയുന്നത് അലിംഗ ബഹുവചനത്തിന്റെ ഉദാഹരണമാണ്. അതായത് ഇപ്പൊ പുല്ലിംഗവും സ്ത്രീലിംഗവും ചേർന്നത്. മക്കൾ എന്ന് പറയുമ്പോൾ അത് ഏതാണെന്ന് പറയുന്നില്ല അല്ലെ, രണ്ടും കൂടി ചേർന്നതാണ്. അതുപോലെ തന്നെയാണ് കുട്ടികൾ ഏതാണെന്ന് പറയുന്നില്ല, അത് രണ്ടും കൂടി ചേർന്നതാണ്. അതാണ് അലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് സലിംഗ ബഹുവചനത്തിന്റെ ഉദാഹരണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് മക്കളാണ് അല്ലെ. അടുത്ത ചോദ്യമാണ് രണ്ടാമത്തെ ചോദ്യം. പര്യായം കണ്ടെത്തുക. ഗുഹയുടെ പര്യായം എന്താണെന്നാണ് ചോദ്യം കേട്ടോ. ഊർമി. ഓപ്ഷൻ ബി നോക്കിയേ. വേഗം. ഓപ്ഷൻ സി പാണി. ഓപ്ഷൻ ഡി ധരി. ഗുഹ എന്ന വാക്കിന്റെ പര്യായം എന്താണ്? ധരിയാണ് കേട്ടോ. ഗുഹ എന്ന വാക്കിന്റെ പര്യായം എന്താണ്? ധരി. അടുത്ത ചോദ്യം നോക്കിക്കേ. മൂന്നാമത്തെ ചോദ്യം. ശരിയായ വാക്യം ഏത്? ഒരേ ഒരു കാര്യം മാത്രമേ ഇനി ചെയ്യാനുള്ളൂ. ഓപ്ഷൻ സി നോക്കിക്കേ. ഒരു കാര്യം മാത്രമേ ഇനി ചെയ്യാനുള്ളൂ. ഓപ്ഷൻ ഡി ഒരു കാര്യമേ ഇനി ചെയ്യാനുള്ളൂ. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദ്യം. ഒരേ ഒരു കാര്യം മാത്രമേ ഇനി ചെയ്യാനുള്ളൂ, അത് ശരിയാണ്. ഒരേ ഒരു കാര്യം മാത്രമേ ഇനി ചെയ്യാനുള്ളൂ. അങ്ങനെ പറഞ്ഞ കാര്യമില്ല. ഒരേ ഒരു കാര്യം മാത്രമേ ഇനി ചെയ്യാനുള്ളൂ എന്ന് പറഞ്ഞാൽ മതി. ഒരു കാര്യം മാത്രമേ ഇനി ചെയ്യാനുള്ളൂ. ഇതിൽ ഏതാണ് റൈറ്റ് ആൻസർ? നമ്മൾ പറഞ്ഞു ഓപ്ഷൻ എ ആണ്. ഒരേ ഒരു കാര്യം മാത്രമേ ഇനി ചെയ്യാനുള്ളൂ. അടുത്ത ചോദ്യം. ഒറ്റപ്പദം ഏത്? നാലാമത്തെ ചോദ്യം. മരിക്കാറായ അവസ്ഥ. അതിന്റെ ഒറ്റപ്പദം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ നോക്കാം. ജാഗരം. ഓപ്ഷൻ ബി പശ്ചിമാവസ്ഥ. ഓപ്ഷൻ സി ആവൃതം. ഓപ്ഷൻ ഡി സാമഞ്ജസ്യം. അപ്പൊ ഏതാണ് മരിക്കാറായ അവസ്ഥ? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി പശ്ചിമാവസ്ഥ. അടുത്ത ചോദ്യമാണ് അഞ്ചാമത്തെ ചോദ്യം. ശരിയായ പരിഭാഷ തിരഞ്ഞെടുക്കുക. ഗ്രീസ് ദ പാം. അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള മലയാളം എന്താണ്? ഓപ്ഷൻ നോക്കിയേ. ഓപ്ഷൻ എ പിടിച്ചു പറിക്കൽ. ഓപ്ഷൻ ബി പട്ടിണി കൂടാതെ കഴിയുക. ഓപ്ഷൻ സി കൈക്കൂലി കൊടുക്കുക. ഓപ്ഷൻ ഡി ആത്മപ്രശംസ നടത്തുക. ഏതാണ് റൈറ്റ് ആൻസർ? ഗ്രീസ് ദ പാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈക്കൂലി കൊടുക്കുക എന്നർത്ഥം. അടുത്തത് നോക്കിയ ഒരു എളുപ്പമുള്ള ചോദ്യമാണ് അല്ലെ. ആറാമത്തെ ചോദ്യം. പണക്കിഴി. പിരിച്ചെഴുതുക. ഓപ്ഷൻസ് പണ പ്ലസ് കിഴി. പണ എന്ന് നമ്മൾ പറയില്ല അല്ലെ. ഓപ്ഷൻ ബി പണം പ്ലസ് കിഴി. അത് ശരിയാണ്. ഓപ്ഷൻ ബി അവിടെ ശരിയാണ്. ഓപ്ഷൻ സി നോക്കിയേ. പണ പ്ലസ് കിഴി. ഒരു വാക്ക് തുടങ്ങുമ്പോൾ രണ്ടക്ഷരമായിട്ട് തുടങ്ങിയില്ല, കിഴി എന്ന് നമ്മൾ പറയില്ല അല്ലെ. ഓപ്ഷൻ ഡി നോക്കിയേ. പണം പ്ലസ് കിഴി. അപ്പൊ ഏതാണ് റൈറ്റ് ആൻസർ? റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി പണം പ്ലസ് കിഴി. ഇതില് തെറ്റായ ജോഡി ഏതാണെന്നാണ് ചോദ്യം. ഏഴാമത്തെ ചോദ്യം. തെറ്റായ ജോഡി ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഏകവചനം മനുഷ്യൻ. അത് ശരിയാണ് അല്ലെ. ഓപ്ഷൻ ബി സലിംഗ ബഹുവചനം മലകൾ. അത് നമ്മൾ ശരിയാണ്. ഓൾറെഡി നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞായിരുന്നു. ഓപ്ഷൻ സി ആലിംഗ ബഹുവചനം നദികൾ. അത് ശരിയാണോ? അല്ല. നമ്മൾ ആലിംഗ ബഹുവചനം ഏതാണ്? നദികൾ ഏതാണ്? സലിംഗ ബഹുവചനമാണ് അല്ലെ. ആലിംഗ ബഹുവചനം എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു മക്കൾ, കുട്ടികളൊക്കെയാണ് വരുന്നത്. സോ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി ആലിംഗ ബഹുവചനം നദികൾ എന്നത് തെറ്റാണ്. അതിന്റെ അർത്ഥം ഒരെണ്ണം തെറ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് അവിടെ ശരിയാണ് അല്ലെ. ഏകവചനം മനുഷ്യൻ ശരിയാണ്. സലിംഗ ബഹുവചനം മലകൾ, നദികൾ ശരിയാണ്. പൂജക ബഹുവചനം താങ്കൾ ശരിയാണ്. ആലിംഗ ബഹുവചനം ഏതാണ് വരേണ്ടത്? മക്കൾ അല്ലെങ്കിൽ കുട്ടികൾ എന്നാണ് വരേണ്ടത്.
അടുത്ത ചോദ്യമാണ് 8ാമത്തെ ചോദ്യം. കീപ്പിംഗ് ദ വൂൾ ഫ്രം ദ ഡോർ, ശരിയായ വിവർത്തനം എന്താണ്? കീപ്പിംഗ് ദ വൂൾ ഫ്രം ദ ഡോർ. ഓപ്ഷൻസ് നോക്കിയേ. ഓപ്ഷൻ എ ആത്മപ്രശംസ നടത്തുക, അതല്ല അല്ലെ. ഓപ്ഷൻ ബി തലതിരിഞ്ഞ പ്രവൃത്തി, അതുമല്ല. ഓപ്ഷൻ സി അരിഷ്ടിച്ച് ജീവിക്കുക, അതുമല്ല. ഓപ്ഷൻ ഡി പട്ടിണി കൂടാതെ കഴിയുക. യെസ്, ദാറ്റ്സ് ദ റൈറ്റ് ആൻസർ. കീപ്പിംഗ് ദ വൂൾ ഫ്രം ദ ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിണി കൂടാതെ കഴിയുക എന്നർത്ഥം. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരിഭാഷകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹോട്ട് പൊട്ടറ്റോ. ഹോട്ട് പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ സങ്കീർണമായ പ്രശ്നം എന്നർത്ഥം. സിക്ക് എസ് എ ഡോഗ് എന്ന് പറഞ്ഞാൽ തീരെ അവശനാവുക. ബാർക്ക് അപ്പ് ദ റോങ് ട്രീ, തെറ്റിദ്ധരിക്കപ്പെടുക. ലെഫ്റ്റ് ഹാൻഡഡ് കോംപ്ലിമെന്റ്, വിപരീതാർത്ഥ പ്രശംസ. ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ, രാത്രി വൈകി പണിയെടുക്കുക. അപ്പോൾ ഹോട്ട് പൊട്ടറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കീർണമായ പ്രശ്നം. സിക്ക് എ ഡോഗ് എന്ന് പറഞ്ഞാൽ തീരെ വയ്യാണ്ടാവുക, തീരെ അവശനാകുക. ബാർക്ക് അപ്പ് ദ റോങ് ട്രീ എന്ന് പറഞ്ഞാൽ എന്താണ്? തെറ്റിദ്ധരിക്കപ്പെടുക എന്നർത്ഥം. ലെഫ്റ്റ് ഹാൻഡഡ് കോംപ്ലിമെന്റ്, വിപരീതാർത്ഥ പ്രശംസ എന്നാണ് അർത്ഥം. ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ, രാത്രി വൈകി പണിയെടുക്കുക. അടുത്ത ചോദ്യം നോക്കിക്കേ. 9ാമത്തെ ചോദ്യം അല്ലെ. ചുവടെ പറയുന്നവയിൽ തോണി എന്ന പദത്തിന്റെ പര്യായ പദം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ കുന്തളം, ഓപ്ഷൻ ബി ഹലം, ഓപ്ഷൻ സി പിപ്പലം, ഓപ്ഷൻ ഡി തരണി. റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി തരണി. അപ്പോൾ തോണി എന്ന പദത്തിന്റെ പര്യായ പദം ഏതാണ്? തരണി എന്നാണ്. അടുത്ത ചോദ്യം നോക്കിയേ. 10ാമത്തെ ചോദ്യം അല്ലെ. കാരവം എന്ന പദത്തിന്റെ ശരിയായ അർത്ഥം എന്താണ്? കാരവം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ വീണ, ഓപ്ഷൻ ബി മണ്ണ്, ഓപ്ഷൻ സി കാരക്ക, ഓപ്ഷൻ ഡി കാക്ക. കാരവം എന്ന പദത്തിന്റെ ശരിയായ അർത്ഥം എന്താണ്? കാക്ക എന്നാണ്. അടുത്ത ചോദ്യം 11ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദം കണ്ടെത്തുക. ജാള്യത ശരിയായ പദമാണ് കണ്ടെത്തേണ്ടത് കേട്ടോ. ഓപ്ഷൻ ബി മടയൻ, ഓപ്ഷൻ സി മഹച്ചരിതം, ഓപ്ഷൻ ഡി മഹത്വം എന്ന് നമ്മൾ പറയില്ല. ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി മടയൻ ആണ്. അടുത്ത ചോദ്യമാണ് 12ാമത്തെ ചോദ്യം. സുന്ദരികളും സുന്ദരന്മാരും എന്ന കൃതി ആരുടേതാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ MT വാസുദേവൻ നായർ, ഓപ്ഷൻ ബി ഉറൂബ്, ഓപ്ഷൻ സി തകഴി, ഓപ്ഷൻ ഡി വൈക്കം മുഹമ്മദ് ബഷീർ. ആരുടെയാണ് സുന്ദരികളും സുന്ദരന്മാരും എന്ന കൃതി? ആരുടേതാണ്? ഉറൂബിന്റെയാണ്. റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി ഉറൂബ്. അടുത്ത ചോദ്യം 13ാമത്തെ ചോദ്യം. തന്മാത്രാ തന്തിതത്തിന് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഒന്നാം, ഓപ്ഷൻ ബി കണ്ടവൻ, ഓപ്ഷൻ സി മൂപ്പൻ, ഓപ്ഷൻ ഡി വെണ്മ. റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി വെണ്മ. അടുത്ത ചോദ്യം 14ാമത്തെ ചോദ്യം. നായ കഥാപാത്രമായ ഒരു കഥ ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ശബ്ദിക്കുന്ന കലപ്പ, ഓപ്ഷൻ ബി വെള്ളപ്പൊക്കത്തിൽ, ഓപ്ഷൻ സി കടൽ തീരത്ത്, ഓപ്ഷൻ ഡി നെയ്പായസം. നായ കഥാപാത്രമായ ഒരു കഥ ഏതാണ്? റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി വെള്ളപ്പൊക്കത്തിൽ. അടുത്ത ചോദ്യം 15ാമത്തെ ചോദ്യം. മേയനാമത്തിന് ഉദാഹരണം ഏതാണ്? എന്താണ് മേയനാമം എന്ന് പറയുന്നത്? വ്യക്തിയെന്നോ വർഗമെന്നോ വേർതിരിക്കാൻ കഴിയാത്തവയും അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്തവയുമായതിനെയാണ് നമ്മൾ മേയനാമം എന്ന് പറയാം. അതായത് ഈ പ്രകൃതി പ്രതിഭാസങ്ങളെല്ലാം മേയനാമങ്ങളാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മഞ്ഞ്, ഇരുട്ട്, വായു, പാൽ, വെള്ളം, മണ്ണ്, മഴ, കാറ്റ്, അഗ്നി, ആകാശം, വെയില്, വെളിച്ചം, തണൽ, സൂര്യൻ എന്നിവയെല്ലാം എന്താണ്? മേയനാമങ്ങളും പ്രകൃതി പ്രതിഭാസങ്ങൾ എന്ന് ഓർത്തു വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ഇതിൽ ഉദാഹരണം ഏതാണെന്നാണ്? മണ്ണെണ്ണ ഒരു പ്രകൃതി പ്രതിഭാസമല്ല, വെള്ളം ആണല്ലേ. അപ്പോൾ അതാണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് മേയനാമം. ഓപ്ഷൻ സി നെയ്യ്, ഓപ്ഷൻ ഡി വെണ്ണ. ഇവയൊന്നുമല്ല. റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി വെള്ളമാണ് മേയനാമത്തിന് ഉദാഹരണം. പ്രകൃതി പ്രതിഭാസങ്ങൾ മഞ്ഞ്, ഇരുട്ട്, വായു, പാല്, വെള്ളം, മണ്ണ്, മഴ, കാറ്റ്, അഗ്നി, ആകാശം, വെയിൽ, വെളിച്ചം, തണൽ, സൂര്യൻ എന്നിവയ്ക്കാണ് മേയനാമങ്ങൾ. അടുത്ത ചോദ്യം നോക്കിക്കേ. 16ാമത്തെ ചോദ്യം. പ്രിയജന വിരഹം സമസ്ത പദത്തിന്റെ വിഗ്രഹാർത്ഥം എന്താണെന്നാണ് ചോദ്യം. പ്രിയജന വിരഹം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രിയജനങ്ങളുടെ വിരഹം അല്ലെ. ഓപ്ഷൻസ് ഉണ്ടോ നോക്കാം. ഓപ്ഷൻ എ പ്രിയജനത്തിന്റെ വിരഹം. അല്ല, പ്രിയജനത്തിന്റെ എന്ന് പറയില്ല അല്ലെ, അതൊരു പ്ലൂറൽ ആണ്. അപ്പൊ പ്രിയജനത്തിന്റെ നമ്മൾ പറയില്ല, ബഹുവചനമാണ്. പ്രിയജനങ്ങളുടെ നമ്മൾ പറയുള്ളൂ. ഓപ്ഷൻ ബി പ്രിയരായ ജനങ്ങളുടെ വിരഹം, അതല്ല അല്ലെ. ഓപ്ഷൻ സി പ്രിയജനത്താലുള്ള വിരഹം, അങ്ങനെയല്ല. ഓപ്ഷൻ ഡി പ്രിയജനങ്ങളുടെ വിരഹം. നമ്മൾ പറഞ്ഞ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, പ്രിയജനങ്ങളുടെ വിരഹം. അടുത്ത ചോദ്യം 17ാമത്തെ ചോദ്യം. 2015 വയലാർ അവാർഡ് നേടിയ കൃതി ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ആടുജീവിതം, ഓപ്ഷൻ ബി മനുഷ്യന് ഒരു ആമുഖം, ഓപ്ഷൻ സി ആയുസിന്റെ പുസ്തകം, ഓപ്ഷൻ ഡി കപ്പലിനെ കുറിച്ചൊരു വിചിത്ര പുസ്തകം. റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി ആണ്, മനുഷ്യന് ഒരു ആമുഖം. 2015
വയലാർ അവാർഡ് നേടിയ കൃതി ഏതാണ്? മനുഷ്യന് ഒരു ആമുഖം. അടുത്ത ചോദ്യമാണ് 18ാമത്തെ ചോദ്യം. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നോവല് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ കരൽ പിളരും കാലം, ഓപ്ഷൻ ബി അലാഹയുടെ പെൺമക്കൾ, ഓപ്ഷൻ സി തലമുറകൾ, ഓപ്ഷൻ ഡി വാരണാസി. അപ്പോൾ ഏതാണ് റൈറ്റ് ആൻസർ? റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി അലാഹയുടെ പെൺമക്കൾ ആണ് റൈറ്റ് ആൻസർ. അലാഹയുടെ പെൺമക്കൾ. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നോവൽ ഏതാണ്? അലാഹയുടെ പെൺമക്കൾ. അടുത്ത ചോദ്യം 19ാമത്തെ ചോദ്യം. ശരിയായ രൂപം ഏത്? ഇങ്ങനത്തെ ശരിയായ രൂപം ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം ഒന്ന് എഴുതി നോക്കുക. ഓക്കെ, എഴുതി നോക്കിയിട്ട് ആ ഓപ്ഷൻ ഇതിലുണ്ടോ നോക്കുക. അതായിരിക്കും കുറച്ചും കൂടി കറക്റ്റായിട്ട് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇപ്പോൾ ശരിയായ രൂപം നോക്കി ഒന്ന് എഴുതി നോക്കിക്കേ. ജ്യേഷ്ഠൻ എന്നാണ്. ആദ്യത്തെ അല്ല രണ്ടാമത്തെ അല്ല എന്നതിനെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. മൂന്നാമത്തെയാണ് ഒരു ഡൗട്ട് വരിക അല്ലേ? പക്ഷെ നമുക്കറിയാം മൂന്നാമത്തെ നോക്കിക്കേ ജ്യേഷ്ഠൻ, നാലാമത്തെ നമുക്കറിയാം ഠായാണ്, വട്ടത്തിലുള്ള ഠായാണ്. അപ്പോൾ ജ്യേഷ്ഠൻ. റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി ജ്യേഷ്ഠൻ. അടുത്ത ചോദ്യം 20ാമത്തെ ചോദ്യം. ആത്മകഥയ്ക്കൊരാമുഖം ആരുടെ കൃതിയാണിത്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ലളിതാംബിക അന്തർജനം, ഓപ്ഷൻ ബി സുഗതകുമാരി, ഓപ്ഷൻ സി മാധവിക്കുട്ടി, ഓപ്ഷൻ ഡി ബാലാമണിയമ്മ. ആത്മകഥയ്ക്കൊരാമുഖം ആരുടെ കൃതിയാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ലളിതാംബിക അന്തർജനം. അടുത്ത ചോദ്യം 21ാമത്തെ ചോദ്യം. ചുവടെ നൽകിയിരിക്കുന്നവയിൽ പൂജക ബഹുവചനം. ബഹുവചനങ്ങളിൽ എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ മനസ്സിലായി 3 കാര്യങ്ങളും എന്തൊക്കെ ബഹുവചനങ്ങൾ പഠിക്കാനുണ്ടോ അതിനെല്ലാം നമുക്ക് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ? ചുവടെ നൽകിയിരിക്കുന്നവയിൽ പൂജക ബഹുവചനത്തിന്റെ ഉദാഹരണങ്ങളിൽ പെടാത്തത് കണ്ടെത്തുക എന്നാണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ന്യായാധിപർ, ഓപ്ഷൻ ബി നിങ്ങൾ, ഓപ്ഷൻ സി സമർത്ഥർ, ഓപ്ഷൻ ഡി അവർകൾ. പെടാത്തതാണ് ചോദ്യം. കണ്ടോ, വീണ്ടും അതാണ് ചോദിച്ചിരിക്കുന്നത്, പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഏതാണ്? സി ആണ്, സമർത്ഥരാണ്. ബാക്കി എല്ലാം അപ്പൊ എന്താണ്? പൂജക ബഹുവചനത്തിൽ പെടുന്നവയാണ്. ഏതൊക്കെ? ന്യായാധിപർ, നിങ്ങൾ, അവർകൾ എന്നുള്ളതെല്ലാം എന്താണ്? പൂജക ബഹുവചനത്തിൽ പെടുന്നതാണ്. എന്നാൽ സമർത്ഥർ എന്ന് പറയുന്നത് പൂജക ബഹുവചനത്തിൽ പെടുന്നതല്ല. അടുത്ത ചോദ്യമാണ് 22ാമത്തെ ചോദ്യം. ശൈലിയുടെ ശരിയായ അർത്ഥം കണ്ടെത്തുക. കായംകുളം വാൾ, അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള അർത്ഥമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഇരുപക്ഷത്തും ചേർന്നവൻ, കായംകുളം വാൾ. ഓപ്ഷൻ ബി ഉള്ളിൽ പകവച്ച സ്നേഹപ്രകടനം, ഓപ്ഷൻ സി നിയന്ത്രിക്കുന്നവൻ, ഓപ്ഷൻ ഡി ഏഷണിക്കാരൻ. അപ്പൊ ശൈലിയുടെ ശരിയായ അർത്ഥം കായംകുളം വാൾ എന്ന് പറയുമ്പോൾ എന്താണ് ആ ശൈലിയുടെ അർത്ഥം? ഇരുപക്ഷത്തും ചേർന്നവൻ എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പം കായംകുളം വാൾ എന്ന ശൈലിയുടെ ശരിയായ അർത്ഥം എന്താണ്? ഇരുപക്ഷത്തും ചേർന്നവൻ. അടുത്ത ചോദ്യം 23ാമത്തെ ചോദ്യം. സ്ത്രീലിംഗ പദം കണ്ടെത്തുക. കമ്മാളൻ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ കമ്മാള, ഓപ്ഷൻ ബി കമ്മാളത്തി, ഓപ്ഷൻ സി കമ്മാട്ടി, ഓപ്ഷൻ ഡി കമ്മാളി. സ്ത്രീലിംഗ പദം കണ്ടെത്തുക. കമ്മാളൻ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി കമ്മാട്ടി എന്നാണ്. അടുത്ത ചോദ്യം നോക്കി 24ാമത്തെ ചോദ്യം. ദ്രോണരുടെ പുത്രൻ, അതിന്റെ ഒറ്റപ്പദമാണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ദ്രോണരുടെ പുത്രൻ. ഓപ്ഷൻ നോക്കിക്കേ. ഓപ്ഷൻ എ ദ്രോണി, ഓപ്ഷൻ ബി ധ്രുവൻ, ഓപ്ഷൻ സി ധ്രുപദൻ, ഓപ്ഷൻ ഡി ദ്രൗണി. ദ്രോണരുടെ പുത്രൻ ഒറ്റപ്പദം എന്താണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ദ്രൗണി. ദ്രോണരുടെ പുത്രൻ എന്നർത്ഥം ഏതാണ്? ദ്രൗണി എന്നാണ്. ഒറ്റപ്പദത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഏതാണ്? ഇതിൽ തന്നെ ഞാൻ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഏത്? മരിക്കാറായ അവസ്ഥ, പശ്ചിമാവസ്ഥ. വീട് വിട്ട് താമസിക്കുന്നത് പ്രവാസനം. പ്രവാസനം എന്ന് പറഞ്ഞാൽ എന്താണ്? വീട് വിട്ട് താമസിക്കുക എന്നർത്ഥം. ധനേച്ചു എന്ന് പറഞ്ഞാൽ ധനം ആഗ്രഹിക്കുന്നവൻ. ദർശകൻ, കർഷകൻ എന്ന് കേട്ടിട്ടുണ്ട് അല്ലെ? ദർശകൻ എന്താണ്? സ്ത്രീകളെ ദുഷിപ്പിക്കുന്നവൻ എന്നർത്ഥമാണ് ദർശകൻ. നവശീതി എന്ന് പറഞ്ഞാൽ എന്താണ്? 89 എന്നാണ് അർത്ഥം. 89 എന്നാണ് നവശീതി എന്നർത്ഥം. അടുത്ത് നോക്കിയേ, നാടേയൻ. നാടേയൻ എന്ന് പറഞ്ഞാൽ നടിയുടെ പുത്രൻ. നടിയുടെ പുത്രനാണ് നാടേയൻ. നടിയുടെ പുത്രനാണ് നാടേയൻ അല്ലെ? ദ്രോണരുടെ പുത്രനാണ് ദ്രൗണി. 12 വർഷക്കാലം എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? വ്യാഴവട്ടം എന്നാണ് അല്ലെ? 12 വർഷക്കാലം എന്ന് പറയുമ്പോൾ വ്യാഴവട്ടം. തെറ്റായത് ഏതെന്ന് കണ്ടെത്തുക. 25ാമത്തെ ചോദ്യമാണ്. തെറ്റായത് ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ പ്ലസ് ആ പ്ലസ് അൻ, അവൻ. ഓപ്ഷൻ ബി കാല പ്ലസ് അഹി, കാലാഹി. തെറ്റായതാട്ടോ കണ്ടുപിടിക്കണം. അതിന്റെ അർത്ഥം ഒരെണ്ണം തെറ്റാണെങ്കിൽ ബാക്കിയെല്ലാം ശരിയാണെന്ന് അർത്ഥം. ഓപ്ഷൻ സി പൊൻ പ്ലസ് കുടം, പൊൽക്കുടം. ഓപ്ഷൻ ഡി
ശരത് പ്ലസ് ചന്ദ്രൻ ശരത് ചന്ദ്രൻ. റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി ആണ്. ശരത് പ്ലസ് ചന്ദ്രൻ ശരത് ചന്ദ്രനാണ്. ബാക്കി എല്ലാം എന്താണ് ശരിയാണ്. ആ പ്ലസ് അന്നാണ് അവൻ എന്ന് പറയുന്നത്. കാല പ്ലസ് അഹിയാണ് കാലാഹി. പൊൻ പ്ലസ് കുടമാണ് പൊൽക്കുടം. തെറ്റേതാണ്? ശരത് പ്ലസ് ചന്ദ്രൻ ശരത് ചന്ദ്രൻ എന്നുള്ളത് തെറ്റാണ്. ഓക്കെ, അപ്പം നമ്മൾ മലയാളം എന്ന ടോപ്പിക്കിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ള 25 ക്വസ്റ്റ്യൻസ് ഉള്ള മാരത്തോൺ MCQ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാണെന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.